بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ശിഷ്യൻ എഴുതിയ കത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയാണ് ഇന്ന് ആരംഭിക്കുകയാണ്. ബിസ്മില്ലാ. ഇഅ്ലം അയ്യുഹൽ വലദു, മോനെ നീ അറിയണം. അയ്യുഹൽ വലദു, മോനെ. അൽ മുഹിബ്ബുൽ അസീസു, അത്യുന്നതനായ സ്നേഹിതൻ എന്നാണ് ശിഷ്യനെ വിളിച്ചത്. നീ അറിയണം, അതാലല്ലാഹു ബഖാക ബിതാഅതിഹി, നിന്റെ ശേഷിച്ച ജീവിതം അള്ളാഹുവിന്റെ താഅത്തിലായി അള്ളാഹു നീട്ടിത്തരട്ടെ. നിനക്ക് അള്ളാഹു തആല അള്ളാഹുവിന്റെ താഅത്തിലായി ജീവിക്കാനുള്ള ദീർഘായുസ് നൽകട്ടെ. വസലക ബിക, നിന്നെ അള്ളാഹു പ്രവേശിപ്പിക്കട്ടെ. സബീല അഹിബ്ബായി, അവന്റെ സ്നേഹിതന്മാരുടെ വഴിയിൽ പ്രവേശിപ്പിക്കട്ടെ. സർവശക്തനായ അള്ളാഹു നമ്മെയും ആ രൂപത്തിൽ നമ്മളുടെ ബഖായിൽ ബർക്കത്ത് നൽകുകയും താഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുകയും അവന്റെ സ്നേഹിതന്മാരുടെ വഴിയിൽ പ്രവേശിക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാം ഗസാലി ദുആ ചെയ്തിട്ട് പറയുകയാണ്, അറിയേണ്ട കാര്യം എന്താ? അന്ന മൻഷൂറൻ നസീഹത്തി, നസീഹത്ത് ആവശ്യപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹം കത്തെഴുതിയത്. അതിന് മറുപടി എഴുതുകയാണ്, അന്ന മൻഷൂറൻ നസീഹത്തി, വിശാലമായ ഉപദേശങ്ങൾ. യുക്തബു മിൻ മഅദിനി റിസാല, റിസാലത്തിന്റെ ഖനിജയിൽ നിന്നും അതിനെ എഴുതപ്പെട്ടിട്ടുണ്ട്. യുക്തബു, അതിനെ എഴുതപ്പെട്ടിട്ടുണ്ട്. നസീഹത്തിന്റെ വിശാലമായ നസീഹത്തിന് എഴുതപ്പെട്ടിട്ടുണ്ട്. മിൻ മഅദിനി റിസാല, റിസാലത്തിന്റെ മഅദിനിൽ നിന്നും. റിസാലത്തിന്റെ മഅദിനാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഹദീസ്, അതാണ് ഖനിജം. അവിടെ അതിൽ നിന്നും നോക്കി എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട് നസീഹത്തുകൾ ഒരുപാട്. ഇൻകാന ഖദ് ബലഗക, അഥവാ നിനക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, മിന്നു, അതിൽ നിന്നും നസീഹത്തിൽ എന്തെങ്കിലും നസീഹത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, റിസാലത്തിന്റെ ഖനിജത്തിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും നസീഹത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഇത്ര കാലത്തെ വിദ്യാഭ്യാസത്തിൽ നിനക്ക് എന്തെങ്കിലും നസീഹത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഫഅയ്യു ഹാജത്തിൻ ലക ഫീ നസീഹത്തി, ഇനി നിനക്ക് എന്താവശ്യമാണ് എൻ്റെ നസീഹത്തിൽ, പ്രത്യേകം ഒരു നസീഹത്തിൽ എന്താവശ്യമാണുള്ളത്? കാരണം നിനക്കത് കിട്ടിപ്പോയതാണല്ലോ. ഇനി വൈല്ലം യബ്ലുഗുക, നിനക്ക് ഒരു നസീഹത്ത് എത്തിയിട്ടില്ല എന്നാൽ, ഫകുല്ലി, മോനെ നീ എന്നോട് പറ, മാദാ ഹസ്സൽത ഫീ ഹാദിഹി സിനീന, ഈ വർഷങ്ങളിൽ നീ എന്താ കരസ്ഥമാക്കിയത്? അൽ മാദിയത്തി, ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾ നിനക്ക് എന്താണ് ലഭിച്ചത്, നീ എന്താണ് കരസ്ഥമാക്കിയത് എന്നാണ് മുഖദ്ദിമയായിട്ട് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് നസീഹത്ത് ചുരുക്കിയ രൂപത്തിൽ ചോദിച്ചതിന് മറുപടി പറയുകയാണ്. അദ്ദേഹം പറയാണ്, അയ്യുഹൽ വലദു, മോനെ, മിൻ ജുംലത്തി മാ നസഹ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മത്തിന് നൽകിയ നസീഹത്തിന്റെ ആകെ ചുരുക്കം. ഖൗലുഹു അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കാണ്, അലാമത്തു ഇഅ്റാദില്ലാഹി തആല, അലാമത്തു ഇഅ്റാദില്ലാഹി തആല അനിൽ അബ്ദി ഇസ്തിഗാലുഹു ബിമാ ലാ യഅനീഹി. അലാമത്തു ഇഅ്റാദില്ലാഹി തആല, അള്ളാഹു തആല പിന്തിരിയുന്നു എന്നുള്ളതിന്റെ അടയാളം. അനിൽ അബ്ദി, അള്ളാഹുവിന്റെ ഒരു അടിമയും വിട്ട് അള്ളാഹു പിന്തിരിഞ്ഞു പോകുന്നു എന്നുള്ളതിന്റെ അടയാളം. ഇസ്തിഗാലുഹു, അവൻ ജോലിയാകലാണ്. ബിമാ ലാ യഅനീഹി, അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി, അവന് ആവശ്യമില്ലാത്തതുമായി ബന്ധപ്പെടുക എന്നുള്ളത് എന്തിന്റെ അടയാളമാണ്? അള്ളാഹു താല അവനിൽ നിന്നും പിന്തിരിയുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ, ദഹബത്ത് സാഅത്തും മിൻ ഉംരിഹി, അവന്റെ ആയുസിന്റെ നല്ലൊരു സമയം കഴിഞ്ഞുപോയി, ഗൈരി മാ ഖുലിഖ ലഹു, അവനെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു അതല്ലാത്തതിൽ, മിനൽ ഇബാദ, ഇബാദത്തിന് വേണ്ടിയാണല്ലോ പടയ്ക്കപ്പെട്ടു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ. അപ്പൊ ആ ഇബാദത്ത് എന്ന അവനെ പടയ്ക്കപ്പെട്ട കാര്യം അല്ലാത്തതിലായി ഒരാളുടെ ആയുസ് പിന്നെ നല്ലൊരു സമയം കഴിഞ്ഞു പോയാൽ, ലജദീറുൻ, അവൻ അർഹനാണ്, അൻ തതൂല അലൈഹി, അവന്റെ മേൽ ദീർഘിക്കാൻ, ഹസ്രത്തുഹു, അവന്റെ ഖേദം, അവന്റെ ദുഃഖം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒമൻ ജാവസൽ അർബഈന, ആരെങ്കിലും 40 പിന്നിട്ടാൽ,
വലം യഗ്ലിബ് ഖൈറുഹു അലാ ശർരിഹി, എന്നിട്ടും അവന്റെ ഖൈർ അവന്റെ ഷറിനേക്കാൾ മികച്ചില്ല. അഥവാ ഖൈർ കൂടുതലാവുകയും ഷർറ് കുറയുകയും ചെയ്തില്ല 40 കഴിഞ്ഞിട്ടും. എന്നാൽ ഫൽ യതജഹസ്, അവൻ തയ്യാറാക്കട്ടെ, ഇലന്നാരി, നരകത്തിലേക്ക് അവൻ തയ്യാറായിക്കോട്ടെ. നരകത്തിലേക്ക് പോകാനുള്ള യാത്രാക്കോപ്പുകളൊക്കെ അവൻ തയ്യാറാക്കി വെക്കട്ടെ, അവൻ തയ്യാറാകട്ടെ. ഇതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം. വഫി ഹാദിഹി നസീഹത്തി, ഈ നസീഹത്തിലുണ്ട് കിഫായത്തുൽ ലിഅഹ്ലിൽ ഇൽമി, ആലിമുകൾക്ക് മതിയായ ഒരു നസീഹത്തുണ്ട്, ഇനി കൂടുതലൊന്നും വേണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അയ്യുഹൽ വലതു, മോനെ, അൻ നസീഹത്തു സഹിലത്തുൻ, നസീഹത്ത് വളരെ എളുപ്പമാണ്. വൽ മുഷ്കുലു, ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ? കബൂലുഹ, അതിനെ സ്വീകരിക്കലാണ്. നസീഹത്ത് ചെയ്യൽ എളുപ്പമാണ്, അതിനെ സ്വീകരിക്കൽ ചെയ്യുന്നയാൾക്കും ബുദ്ധിമുട്ടാണ്, കേൾക്കുന്നയാൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം ലിഅന്നഹായി, നസീഹത്ത് എന്ന് പറയുന്നത് ഫി മദാഖി മുത്തബിഉൽ ഹവ, ശരീരത്തെ പിൻപറ്റുന്നവരുടെ അഭിരുചി അനുസരിച്ച് നസീഹത്ത് മുറത്തിന്, ഒരു സൈസ് കയ്പാണ്. ചെയ്യരുത്, ഇവൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യരുത്, ഇവന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യണമെന്നല്ലേ പറയുന്നത്. അപ്പൊ അത് കയ്പാണ്. ഇതിൽ മനാഹി, കാരണം മൻഹികൾ, നിരോധനകൾ, മഹബൂബത്തുൻ ഫി ഖുലൂബിഹിം, അവരുടെ കൽബുകളിൽ മഹബൂബത്തായിരിക്കും, അവർക്ക് ഇഷ്ടം അതായിരിക്കും. വഅലൽ ഖുസൂസി, പ്രത്യേകിച്ച് ലിമൻ, ഒരാൾക്ക്, കാന അവനായി, താലിബൽ ഇൽമി റസ്മി, റസ്മിയായ ഇൽമ തേടുന്നവനായി, അഥവാ സൂഫിസത്തിന്റെ റൂഹിയായ ഇൽമിന് പകരം കടലാസിലുള്ള എഴുത്തുകൾ നോക്കിയിട്ടുള്ള ഇൽമ തേടുന്നവനായി, അവനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മനാഹികളായിരിക്കും അവന് മഹബൂബത്ത്. റസ്മിയായ ഇൽമ എന്ന് പറഞ്ഞാൽ അതാണ്. സാധാരണ ഫിഖ് പോലുള്ള കാര്യങ്ങളൊക്കെ എഴുത്തിലൂടെ ഉള്ളത് പഠിക്കുക, അതിനാണ് റസ്മിയായ ഇൽമ എന്ന് പറയുന്നത്. മുസ്തഖിലൻ ഫി ഫളിൻ നാസി ഫളിൻ നഫ്സി, ജനങ്ങളുടെ ഫളിൽ, ജനങ്ങൾ ഇവനെ ശ്രേഷ്ഠപ്പെടുത്തുന്നതിൽ അവൻ ജോലിയാവുകയും ചെയ്തു. അങ്ങനെ ആളെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മൻഹികളായിരിക്കും അവന് ഏറ്റവും ഇഷ്ടകരം, അവന്റെ മനസ്സിനെ ഇഷ്ടപ്പെടുന്നത് നിരോധിക്കപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇനി റസ്മിയായ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ ഇൽമുമാകാം, ശാസ്ത്രീയമായ വിജ്ഞാനം, അങ്ങനെയുമാകാം. റസ്മിയായ ഇൽമ്, നക്കലി അല്ലാത്ത ഇൽമ്, എഴുത്തിലൂടെയുള്ള ഇൽമ്, ഇത് രണ്ടുമാകാം. നേരത്തെ പറഞ്ഞ പോലെ എഴുത്തിലൂടെയുള്ള വെറും വിജ്ഞാനം, അങ്ങനെയുമാകാം. കിതാബും ഫീഹി മാ ഫീഹി എന്ന് പറഞ്ഞിട്ടില്ലേ, അതുമാകാം. അതല്ല, റസ്മിയായ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികമായ വിജ്ഞാനവും ആകാം. ഈ ഭൗതിക വിജ്ഞാനത്തിന്റെ ആളായിരുന്നല്ലോ. ഫളിൻ നഫ്സിൽ അവൻ ജോലിയായി, മനാഖിബി ദുന്യ, ദുന്യാവിന്റെ സ്ഥാനമാനങ്ങളിലും അവൻ ജോലിയായി. അവനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവന് നസീഹത്ത് കയ്പായിരിക്കും. കാരണം ഫൈനൗ യഹ്സബു, അവൻ വിചാരിച്ചുകൊണ്ടിരിക്കും, അന്നൽ ഇൽമൽ മുജറദ, വെറും ഇൽമ മാത്രം, ലഹു, അയാൾക്ക്, സയകൂനു നജാത്തുഹു, അയാൾക്കത് എന്താകും, അയാളുടെ നജാത്ത് അതാകും. വെറും ഇൽമ മാത്രം, സയകൂനു നജാത്തുഹു, ആ ഇൽമ സയകൂനു നജാത്തഹു എന്നാകുന്നതാണെന്നല്ല, അല്ല, സയകൂനു നജാത്തുഹു വ ഖലാസുഹു ഫീഹി. ആ വെറും ഇൽമ സയകൂനു നജാത്തു, അവന്റെ രക്ഷയും, ഖലാസു, അവന്റെ വിജയവും അവന്റെ രക്ഷയും, ഫീഹി, അതിലുണ്ടാകും. വെറും ഇൽമ മതി, അമലൊന്നും വേണ്ട, അതിലൂടെ എല്ലാം കിട്ടുമെന്ന് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നഹു മുസ്തഗ്നിൻ അനിൽ അമൽ, അവൻ അമലിനെ തൊട്ടും അമലിനെയും വിട്ടവൻ മുസ്തഗ്നിയാണ്, സ്വയാശ്രയനാണ്, അമലിന്റെ ആവശ്യം അവനില്ല എന്നവൻ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഹാദായി പറഞ്ഞത് ഇഅ്തിഖാദുൽ ഫലാസിഫത്തി, അത് തന്നെയാണ്. അപ്പോൾ അവിടെ റസ്മിയായ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രം പോലുള്ളതാണ്. ഫൽസഫക്കാരുടെ വിശ്വാസമാണിത്, യുക്തിചിന്തകരുടെ, യുക്തിശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസമാണിത്. സുബ്ഹാനല്ലാഹിൽ അദീം, ഭയങ്കരം, അള്ളാഹുവിന്റെ യജമാനായ അള്ളാഹു എത്രയോ പരിശുദ്ധൻ. ലാ യഅലമു ഹാദൽ മഗ്റൂറു, ഈ വഞ്ചിതനായ മനുഷ്യൻ അറിയുന്നില്ല, അന്നു, അവൻ, ഹീന ഹസ്സലൽ ഇൽമ, ഇൽമിനെ കരസ്ഥമാക്കി വെച്ച അവസരം, ഇതിന് അന്നേരത്ത് ലം യഅമൽ ബി, അവൻ അതുകൊണ്ട് അമൽ ചെയ്തില്ലെങ്കിൽ, തകൂനുൽ ഹുജ്ജത്തു അലൈഹി, അവന്റെ മേലുള്ള എതിരായ തെളിവാകും, ആക്കത, ഏറ്റവും ശക്തിമത്തായിട്ട് മാറും. തകൂനുൽ ഹുജ്ജത്തു അലൈഹി, അവന്റെ മേൽ എതിരായ തെളിവ്, ആക്കത, ഏറ്റവും ശക്തിമത്തായിട്ട് മാറും എന്ന കാര്യം ഈ മഗ്റൂറിന് അറിഞ്ഞുകൂടാ. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി ആലിമുൻ ലാ യൻഫഉഹു അല്ലാഹു ബിഇൽമിഹി.
ജനങ്ങളിൽ അദാബിനാൽ ഏറ്റവും കാഠിന്യം, ഖിയാമത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷ വരുന്നത് ആലിമുൻ, ഒരാലിമാണ്. ലാ യൻഫഉഹുല്ലാഹ്, അല്ലാഹു തആലയ്ക്ക് പ്രയോജനം ചെയ്യുന്നില്ല ബിഇൽമിഹി, അള്ളാഹു നമ്മളെ അവനെ ആ അവസ്ഥയിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നൽകിയ ഇൽമിൽ അള്ളാഹു പ്രയോജനം തരുമാറാകട്ടെ. ആഖിറത്തിൽ ഉന്നതമായ പ്രയോജനത്തിന് നമ്മൾ പഠിച്ച വിജ്ഞാനം, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനം അള്ളാഹു കാരണമാക്കട്ടെ. കൂടുതൽ കൂടുതൽ മരണം വരെയും നമ്മൾ മുത്തഅല്ലിമായിക്കൊണ്ടേയിരിക്കാൻ മഹാന്മാർ പറയും, ഒരിക്കലും കളയരുതെന്ന്. എന്ന് പറഞ്ഞാൽ മുഅല്ലിമായി ഞാൻ വലിയ പുള്ളിയാണെന്ന് വിചാരിക്കരുതെന്ന്. അങ്ങനെ തന്നെ ആകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹഖി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.